നമസ്കാരം. നക്ഷത്രഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2024 ജനുവരി മാസം 6-ാം തീയതി ചോതി നക്ഷത്രമാണ്. 12 രാശിയിൽ വരുന്നവർക്ക് എന്തെല്ലാം ഫലങ്ങളാണെന്ന് നോക്കാം. മേടൻ രാശി അശ്വതി, ഭരണി, കാർത്തികക്കാല്. ഈ രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ഗുണകരമാണ്. പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാൻ സാധിക്കും. യാത്രകൾ കൊണ്ടും പല നേട്ടങ്ങളുണ്ടാവും. പങ്കാളിയെ കൊണ്ട് പല സഹായങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പാർട്ട്ണർഷിപ്പ് ബിസിനസ് എല്ലാം ലാഭകരമായിട്ട് മാറുന്നതാണ്. അവിവാഹിതരുടെ വിവാഹ കാര്യത്തിലെല്ലാം തീരുമാനമാകാനും സാധ്യതയുണ്ട്. പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കാനും യോഗമുള്ളൊരു ദിവസമാണ്. കമിതാക്കളുടെ വിവാഹകാര്യം ബന്ധുക്കളുടെ ആശീർവാദത്തോടൊക്കെ തീരുമാനിക്കാനും യോഗമുള്ളൊരു സമയമാണ്. പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്ന പോലെ ചെയ്തു തീർക്കാൻ സാധിക്കും. തൊഴിൽ രംഗത്ത് അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും വരുന്ന ഒരു ദിവസം തന്നെയാണ്. ഇടവൻ രാശി കാർത്തിക, മുക്കാല്, രോഹിണി, മകീരം നക്ഷത്രക്കാർക്ക് മനക്ലേശവും ടെൻഷനും ഒക്കെ ഇന്ന് കൂടുതലായിരിക്കും. ബന്ധുക്കളുമായിട്ട് അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മക്കളെക്കുറിച്ചുള്ള വ്യാകുലതകളും ആകുലതയും ഒക്കെ വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ചിലവുകളൊക്കെ വർദ്ധിക്കാം. മക്കളുടെ ആവശ്യങ്ങളും വർദ്ധിക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കാനും പുണ്യകർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് ധാരാളം പണം ചിലവായി പോകാനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ്. തൊഴിൽ രംഗത്തും പല ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടി വരാം. കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് സ്ഥലം മാറ്റം, ഇഷ്ടമില്ലാത്ത ദിക്കിലേക്കുള്ള പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ പോലും കിട്ടാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. മിഥുനൻ രാശി മകീര, തിരുവാതിര, പുണർദം, മുക്കാൽ. ഈ രാശിക്കാർക്ക് ഇന്ന് വലിയ നേട്ടങ്ങളുണ്ടാകും. സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ സാധിക്കും. ബന്ധുക്കളുടെ സഹായം ലഭിക്കാൻ യോഗം കാണുന്നുണ്ട്. പരീക്ഷകളിലും ടെസ്റ്റുകളിലും എല്ലാം ഉന്നത വിജയം നേടാൻ സാധിക്കും. ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം അനുകൂലമായിട്ടുള്ളൊരു ദിവസമാണ്. നിയമകാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള തീരുമാനം വന്നു ചേരും. ഭൂമി വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട് നിർമ്മിക്കാനായിട്ട് തുനിയാനായിട്ട് ഭൂമി വാങ്ങണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾക്കെല്ലാം ഇന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ അതെല്ലാം നേടിയെടുക്കാൻ സാധിക്കും. കർക്കിടക രാശി പുണർദം, കാല്, പൂയം, ആയില്യം. ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് ഉല്ലാസയാത്രയിൽ പങ്കെടുക്കാനും ആഡംബരങ്ങൾക്ക് വേണ്ടിയിട്ട് ധാരാളം പണം ചെലവഴിക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ആധുനിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും അല്ലെങ്കിൽ വിശേഷ വസ്ത്രങ്ങൾ സമ്പാദിക്കാനും പുതിയ വാഹനം വാങ്ങാനൊക്കെ ആയിട്ട് സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ആഡംബരങ്ങൾക്ക് വേണ്ടിയിട്ടും ധാരാളം പണം ചെലവഴിക്കാനും അത്തരം കാര്യങ്ങളോട് താല്പര്യം വർദ്ധിക്കാനൊക്കെ സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. സിനിമ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം ഗുണകരമാണ്. കൂടുതൽ നേട്ടങ്ങൾ ആ മേഖലയിൽ കൈവരിക്കാനൊക്കെ സാധിക്കും. ചിങ്ങൻ രാശി മകം, പൂരം, ഉത്രത്തിൽക്കാല്. ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഗുണകരമാണ്. കുടുംബജീവിതം സന്തോഷം നിറഞ്ഞതായിരിക്കും. ഭാഗ്യം അനുകൂലമായിട്ടുള്ള ഒരു കാലമായിട്ട് അനുഭവപ്പെടുന്നതാണ്. ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പങ്കാളിയുമൊത്ത് ഒരു യാത്രക്കൊക്കെ യോഗമുള്ളൊരു ദിവസമാണ്. എതിർപ്പുകളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. ശത്രുക്കളൊക്കെ വരുതിയിലാക്കാനോ അല്ലെങ്കിൽ അവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാനും ദീർഘകാലമായിട്ട് പിണങ്ങിയിരുന്നവരുമായിട്ട് സൗഹൃദം പുനഃസ്ഥാപിക്കാനൊക്കെ സാധിക്കുന്ന ഒരു ദിവസമാണ്. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അതെല്ലാം വിജയകരമായിട്ട് മാറുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് സൗഹൃദ സംഭാഷണങ്ങൾക്കും സന്ധി സംഭാഷണങ്ങൾക്കും വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം മാറ്റിവെക്കുന്നത് വളരെയധികം ഗുണകരമാണ്. യാത്രകളും ഗുണകരമായിട്ട് മാറും. കന്നിരാശി ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരാര. ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളെല്ലാം പ്രതീക്ഷിക്കാം. ദൈവാധീനം കുറഞ്ഞ കാലമാണിപ്പോൾ നടക്കുന്നതെങ്കിലും ഇന്നത്തെ ദിവസം അനുകൂലമാണ്. സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ സാധിക്കും. പണമിടപാടുകളെല്ലാം ലാഭകരമായിട്ട് മാറുന്നതാണ്. ദീർഘകാലമായിട്ട് കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന ആനുകൂല്യങ്ങളൊക്കെ അനുവദിച്ച് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും എല്ലാം ഉന്നത വിജയം നേടാൻ സാധിക്കും. ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അതിനെല്ലാം സാധ്യത തെളിയുന്ന ഒരു ദിവസമാണ്. പുതിയ കരാറുകളിലും മറ്റും ഏർപ്പെടാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള സാധ്യതയും ഇന്നത്തെ ദിവസം കാണുന്നുണ്ട്. തുലാം രാശി ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാൽ. ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം തൊഴിൽ രംഗത്ത് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളും ഉത്സാഹത്തോടുകൂടി ചെയ്തു തീർക്കാൻ സാധിക്കും. ചെറുകിട സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം അനുകൂലമായിട്ടുള്ളൊരു ദിവസമാണ്. പ്രണയബന്ധങ്ങളെല്ലാം ഉടലെടുക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. വിവാഹ കാര്യത്തിൽ തീരുമാനമാകാനും സാധ്യതയുള്ളൊരു ദിവസമാണ്. പുതിയ
ബിസിനസ്സൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നടക്കാൻ സാധ്യതയുണ്ട്. വൃശ്ചിക രാശി, വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രതീക്ഷിക്കാത്ത പല യാത്രകളും വന്നു ചേരുന്ന ഒരു ദിവസമാണ്. തൊഴിൽ രംഗത്ത് അനുകൂലമായിട്ടുള്ള ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. അവിചാരിതമായ സാമ്പത്തിക നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ഓഹരി ഇടപാടുകളെല്ലാം ലാഭകരമായിട്ട് മാറും. കലാരംഗത്തെല്ലാം ശോഭിക്കാനും യോഗമുള്ളൊരു ദിവസമാണ്. എന്നാൽ ശത്രുക്കളിൽ നിന്ന് ചില ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടത്തിൽ കാല് ഈ രാശിക്കാർക്ക് ഒരുപാട് പണം ഇന്ന് കൈവശം വന്നു ചേരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ദീർഘകാലമായിട്ട് മുടങ്ങിയിരുന്ന കാര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് മാറുന്നതാണ്. കടം കൊടുത്ത പണമൊക്കെ തിരിച്ചു കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. പണയം വെച്ച ഉരുപ്പിടികൾ തിരിച്ചെടുക്കാനും ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന ഒരു ദിവസമാണ്. വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടുകളെല്ലാം ലാഭകരമായിട്ട് മാറുന്നതാണ്. പുതിയ ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം അനുകൂലമായിട്ടുള്ളൊരു ദിവസമാണ്. കുടുംബജീവിതം സമാധാനം നിറഞ്ഞതായിരിക്കും. അവിവാഹിതരുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമാകാൻ സാധ്യത കാണുന്നുണ്ട്. ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതിനും അനുകൂലമായിട്ടുള്ളൊരു ദിവസമാണ്. സ്ഥാനക്കയറ്റം ലഭിക്കാനും സാമ്പത്തിക പുരോഗതി കൈവരിക്കാനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു ദിവസമാണ്. ഏറ്റവും ദൈവാധീനമുള്ള കാലത്തിലൂടെ നടന്നു പോകുന്നത് കൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് മാറുന്നതാണ്. മകരൻ രാശി, ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം, അര ഈ നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് പല മാറ്റങ്ങളും അനുകൂലമായിട്ട് മാറുന്നതാണ്. എന്നാൽ പുണ്യകർമ്മങ്ങൾക്കും ഭാഗ്യദോഷം ഒക്കെ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. പുണ്യകർമ്മങ്ങൾക്ക് മുടക്കം വരാനും ഭാഗ്യദോഷങ്ങൾ ഉണ്ടാവാനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കുടുംബജീവിതം സമാധാനം നിറഞ്ഞതായിരിക്കും. ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ നൽകുന്നത് നന്നായിരിക്കും. ചെറിയ ചെറിയ അസുഖങ്ങളെല്ലാം പിടിപെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. പഠനകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിനുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകാനൊക്കെ സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം വളരെ കരുതലോടെ മുന്നോട്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കുംഭൻ രാശി, അവിട്ടം വരെ, ചതയം, പൂരാതി, മുക്കാൽ ഈ നക്ഷത്രക്കാർക്ക് പല കാര്യങ്ങൾക്കും തടസ്സം തുടക്കത്തിൽ തന്നെ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ഭാഗ്യം കൊണ്ട് അതെല്ലാം തരണം ചെയ്ത് നേട്ടങ്ങളാക്കി മാറ്റാനും സാധിക്കുന്നതാണ്. അതുകൊണ്ട് തുടക്കത്തിൽ മുടക്കം വന്നു എന്ന് വിചാരിച്ചിട്ട് മടിക്കാതെ ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതെല്ലാം വിജയിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ദൈവാധീനം കുറഞ്ഞ ഒരു സമയമായതുകൊണ്ട് പ്രാർത്ഥനകളും വഴിപാടുകളെല്ലാം നടത്തുന്നത് നന്നായിരിക്കും. പഠനകാര്യങ്ങളിലും താല്പര്യം കുറയാൻ സാധ്യത കാണുന്നുണ്ട്. പരീക്ഷയിൽ പ്രതീക്ഷിച്ച പോലുള്ള വിജയം കൈവരിക്കാൻ സാധിച്ചില്ല എന്ന് വരാനൊക്കെ യോഗം കാണുന്നുണ്ട്. മീനരാശി, പൂരാതി, കാല്, ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അത്ര ഗുണകരമല്ല. പല കാര്യങ്ങൾക്കും അവിചാരിതമായ തടസ്സങ്ങളുണ്ടാവാം. പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പ്രതിബന്ധങ്ങളൊക്കെ നേരിടേണ്ടി വരാനുള്ള യോഗം കാണുന്നുണ്ട്. ദൈവാധീനം കൊണ്ട് പലതും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ യഥാസമയം ചെയ്യാനായിട്ട് നോക്കുക. പരീക്ഷകളിലെല്ലാം ഉന്നത വിജയം നേടാൻ സാധിക്കും. സാമ്പത്തിക സ്ഥിതിയെല്ലാം ഭദ്രമായിട്ട് തുടരുന്നതാണ്. എന്നാൽ പുതിയ ഒരു കാര്യം ഇന്നത്തെ ദിവസം തുടങ്ങാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. യാത്രകൾക്കും മുടക്കം വരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ബന്ധുക്കളിൽ നിന്നും ചില എതിർപ്പുകൾ നേരിടേണ്ടി വരാനൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമാണ്. ഇതോടെ ഇന്നത്തെ നക്ഷത്രഫലം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.